ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു പ്രത്യേകതയുള്ള വിഷയമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതായത് നമ്മുടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന് സമാന്തരമായി ഒഴുകുന്ന AC കനാലിലേക്ക് ഒരു കാർ അപകടമുണ്ടായി ബുധനാഴ്ച 9:30-ക്ക്. അപ്പം ആ കാർ അപകടത്തിൽ രക്ഷകനായ ജോളി KJ കാരേകാടിനെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിനും അതിനോടൊപ്പം ഈ AC കനാലിന് ഇരുവശങ്ങളിലായി താമസിക്കുന്ന ജനങ്ങളുടെ ഏക ജലസേചന മാർഗമാണ് ഈ AC കനാലിൻ്റെ വെള്ളം. അത് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി, അതായത് അതിൻ്റെ ഒഴുക്ക്, അത് പോള കയറിയും കടകൽ കയറിയും നിറഞ്ഞ് ജലത്തിൻ്റെ ഒഴുക്ക് നഷ്ടപ്പെട്ട് ശോചനീയ അവസ്ഥയിലാണ്. അതായത് ആൾക്കാർക്ക് ഹെൽത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഉന്നത അധികാരികളിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യുക. അതിനോടൊപ്പം ഇന്നത്തെ വിഷയം, പത്രത്തിൽ വന്ന ഒരു വിഷയം ഇതിനോടൊപ്പം ഞാൻ വായിക്കുന്നു. ഒരു യുവാവ് ഓടിച്ചിരുന്ന കാർ AC കനാലിലേക്ക് മറിഞ്ഞ അപകടം. ബുധനാഴ്ച രാത്രി 9:30-ന് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മാമ്പുഴക്കരി കോസ്വേയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത്. മിത്രക്കരി സ്വദേശിയായ യുവാവ് ഓടിച്ചിരുന്ന കാർ കോസ്വേയ്ക്ക് സമീപം വെച്ച് U-ടേൺ എടുത്തപ്പോൾ നിയന്ത്രണം തെറ്റി AC കനാലിലേക്ക് പതിക്കുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് നിരവധി ആളുകൾ തടിച്ചുകൂടിയെങ്കിലും കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതിനാലും ആഫ്രിക്കൻ പോള തിങ്ങി നിറഞ്ഞതിനാലും ആരും രക്ഷാപ്രവർത്തനത്തിന് മുതിർന്നില്ല. ഒടുവിൽ സംഭവം അറിഞ്ഞെത്തിയ പ്രദേശവാസിയായ മാമ്പഴക്കരി സ്വദേശിയും കാരേകാട് ബിൽഡിംഗ് ഉടമയുമായ ജോളി കാരേകാട് കനാലിലേക്ക് എടുത്തു ചാടുകയും യുവാവിനെ സാഹസികമായി രക്ഷിക്കുകയുമായിരുന്നു. തുടർന്ന് യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. ഓട്ടോമാറ്റിക് സിസ്റ്റമുള്ള കാർ അബദ്ധത്തിൽ കനാലിലേക്ക് പതിക്കുകയായിരുന്നെന്ന് പറയപ്പെടുന്നു. AC കനാലിൽ തലകീഴായി മറിഞ്ഞ കാറിനുള്ളിൽ മരണത്തോട് മല്ലടിച്ച യുവാവിന് രക്ഷകനായത് പ്രദേശവാസിയായ ജോളി കാരേകാടിന്റെ സമയോചിതമായ ഇടപെടലാണ്. ഇതിനെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം എടുക്കുന്നതിന് ആഗ്രഹിക്കുന്നു. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്താണ് സംഭവിച്ചതെന്ന്. മിസ്റ്റർ ജോളിക്ക് ഈ രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ സമൂഹ മാധ്യമങ്ങളിലെല്ലാം വരുന്ന ഈ വാർത്തയുടെ ഇതെന്ന് പറയുന്നത്, ഈ സംഭവം നടന്നു എന്ന് പറയുന്ന ആ ഒരു കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് ഒരു 9:30 ആകുമ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ ബിൽഡിങ്ങിൽ തന്നെ മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന പനക്കി ജോയിച്ചൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ഗേറ്റിൻ്റെ വാതിക്കൽ ഓടി വരികയും അവിടെ അദ്ദേഹം അവിടെ നിന്ന് വിളിച്ചു പോവുകയും ചെയ്തു. വിളിച്ചേട്ടാ ഇവിടെ ആക്സിഡൻറ്റ് നടന്നതാണ്. അത് കേട്ടുകൊണ്ട് ഞാനും എൻ്റെ മകനൂടെ ഓടി അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ആകെ ആ വണ്ടിയുടെ 4 ടയർ മാത്രം മേളിലുള്ളൂ. ഞാനിതൊന്നും അത് കണ്ടു. ഞാൻ അന്നേരപ്പോൾ തന്നെ അതിൻ്റെ അടുത്തേക്ക് എടുത്ത് ചാടി കഴിഞ്ഞപ്പോൾ എൻ്റെ തലയ്ക്ക് എൻ്റെ കണ്ണിൻ്റെ ഈ അത്ര ലെവൽ വരെ വെള്ളമായിരുന്നു. ഞാൻ എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ആ വണ്ടി ആദ്യമേ ചെയ്തതെന്ന് പറയുന്നത് ആ വണ്ടിയുടെ ഡോറ് 2 പ്രാവശ്യം ഞാനൊന്ന് മുട്ടിയപ്പോൾ അകത്തു നിന്നും അതുപോലെ തന്നെ അവിടെ ഇവിടെയും മുട്ടുന്ന സൗണ്ട് എൻ്റെ കയ്യിൽ എനിക്കറിയാമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഉടനെ ഞാൻ മുങ്ങി താഴത്തെ ഗ്ലാസിൻ്റെ വിടവുണ്ടോ എന്ന് നോക്കി. എന്നാൽ അതിന് ശകലം വിടവ് കണ്ടു. അവിടെ എൻ്റെ കൈ കയറ്റി ഞാൻ മേലോട്ട് പൊക്കി. എന്നാലിപ്പോൾ ഒരു ശകലം വിടവ് കൂടെ എനിക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും കൈയിട്ട് ആ ഡോറിൻ്റെ ലോക്ക് തുറന്നതിന് ശേഷം ആ ഡോറ് വലിച്ചു തുറക്കുന്നത്. അങ്ങനെ വലിച്ചു തുറന്നു ആ കൊച്ചിനെ എടുത്തുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു കൈയിൽ അവനെ പിടിക്കുന്നു, മറു കൈയിൽ ഡോറായിരുന്നു. അന്നേരപ്പോഴത്തേക്കും ഞാൻ കരയ്ക്ക് നിന്ന ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു ആരെങ്കിലും വരാൻ പറഞ്ഞു. ഉടനെ അക്കരെ താമസിക്കുന്ന അനിയൻ എന്ന് പറയുന്ന ആളുടെ മകൻ അനന്തു എന്ന് പറയുന്ന പയ്യൻ ജോലിച്ചേട്ടാ ഞാൻ വരാമെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങി എൻ്റെ കൂട്ടത്തിൽ വന്ന് ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം എല്ലാവരും കൂടി ചെയ്യുമായിരുന്നു. ഇതാണ് ഇവിടെ നടന്നത്. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ പോലീസ് അവിടെ എത്തുകയും ഈ വണ്ടി തിരിഞ്ഞു കിടക്കുമായിരുന്നു. അത് മേളിൽ കൊണ്ടുപോകാനായിട്ടുള്ള ക്രെയിനും വന്നു. അതിനൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വേറെ ആരും ഇല്ലായിരുന്നു. ഞാൻ തന്നെ ആ വണ്ടിയെ കയറിയിരുന്ന് അതിൻ്റെ ഡ്രോപ്പ് കെട്ടിക്കൊടുക്കുകയും എടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ പ്രവർത്തനം നടന്നത്. അതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഇടപെട്ടത് എൻ്റെ കഴിവായി ഉണ്ടാകുന്ന ഞാൻ പറയുന്നില്ല. ആ സമയത്തെല്ലാം എങ്ങനെയോ എനിക്ക് തോന്നി ഞാനങ്ങ് ചെയ്തു. അതാണ് നടന്നത്. പക്ഷേ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം വീട്ടിൽ കയറി വന്നിട്ടാണെങ്കിലും എൻ്റെ ദേഹത്ത് അവിടെ ഇവിടെ എല്ലാം ഒരവലുണ്ടായിരുന്നു.
പക്ഷെ അതിനേക്കാളും എനിക്ക് സങ്കടവും ബുദ്ധിമുട്ടും ആയത് എനിക്ക് 3 ദിവസം കിടന്നിട്ട് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ആ വെള്ളത്തിലിറങ്ങി തിരിച്ചു കയറി അന്നേരപ്പം തൊട്ട് എൻ്റെ ശരീരം മൊത്തം ചൊറിച്ചിലായിരുന്നു. കാരണം ഇവിടെ നിറച്ച് ഈ പായലും പോളയും കടകലും കയറി തിങ്ങിക്കിടക്കുവാണ്. കൈ വിരൽ നമുക്ക് ഇങ്ങനെ മുക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ട് അക്കരെ ഇക്കരെ എല്ലാം ജനങ്ങളും കൊച്ചു കുട്ടികളും എല്ലാം താമസിക്കുന്നതാണ്. എല്ലാവർക്കും ഈ AC കനാലിൽ നിന്നുള്ള വെള്ളം എടുത്താണ് വീട്ടിലെ കാര്യങ്ങൾക്കായിട്ട് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ഒന്ന് കുളിക്കാനോ നനയ്ക്കാനോ ആർക്കും പറ്റാത്ത അവസ്ഥയാണ് ഇവിടുത്തെ. ഇത് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഉന്നത അധികാരികളുടെ കയ്യിലെത്തുന്നിടം വരെ എല്ലാവരും അത് ഈ വീഡിയോയെ ഷെയർ ചെയ്യുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് എത്തുന്നിടം വരെ, അവരുടെ കണ്ണ് തുറക്കുന്നിടം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് വൃത്തിയായി കാണുന്നിടം വരെ ചെയ്യുന്നതായിരിക്കും എനിക്ക് ഏറ്റവും വളരെ സന്തോഷമായിട്ടുള്ള കാര്യം. കാരണം എനിക്ക് കിട്ടുന്ന അഭിനന്ദനങ്ങളേക്കാൾ അനുമോദനത്തേക്കാൾ കൂടുതൽ ഞാൻ അതാണ് ഒന്നുകൂടെ ആഗ്രഹിക്കുന്നത്. ഈ ഇന്റർവ്യൂവിനോടൊപ്പം നമ്മുടെ AC കനാലിന്റെ, അതായത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന് സമാന്തരമായി ഒഴുകുന്ന AC കനാലിന്റെ ദുരവസ്ഥയും നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിന്റെ വീഡിയോസും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഏകദേശമുള്ള വീഡിയോസും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നിങ്ങൾ ഇത് പരമാവധി ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് അധികാരികളിൽ എത്തുന്നത് വരെ നിങ്ങൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുക.